ഹായ് ഓൾ, വെൽക്കം ടു അൺഅക്കാഡമി. എൻ്റെ ഒരു സെഷൻ ഇതിനു മുമ്പ് കഴിഞ്ഞിരുന്നു. ഞാൻ പഠിപ്പിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. നമ്മളൊരു സിലബസ് ഡിസ്കഷനൊക്കെ നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. കൂടാതെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അൺഅക്കാഡമിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു ഇൻട്രോ നൽകേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ഒരു ഇൻട്രോ ഉണ്ടാവും. കാരണം ഇതിപ്പോൾ ആയിട്ടാണ് ഒരു ആസ്പിരൻ്റ് ഇത് കേൾക്കുന്നതെങ്കിൽ അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് വേണമല്ലോ. അതുകൊണ്ടാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പം അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അപ്പം ആ ചാനൽ വഴി നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുള്ള വീഡിയോസൊക്കെ കുറേയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ട് ലഭിക്കും. എന്നാൽ ഫുള്ളായിട്ട് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലുള്ള കേരള PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ തക്കതായിട്ടുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. അപ്പം അതിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. ഞാൻ ആഷിഖ് മുഹമ്മദ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു BTech ഗ്രാജുവേറ്റ് ആണ്. കൂടാതെ കറൻ്റ്ലി കേരള PSC എക്സാംസിന് ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ അൺഅക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈവ് ക്ലാസ്സുകളുണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ടാവും. ഓരോ എഡ്യൂക്കേറ്ററിൻ്റെയും അവരവരുടെ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടാവും. കൂടാതെ ആ ക്ലാസ്സസിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ക്വിസുകളും ഒക്കെ ഉണ്ടാവും. ഓരോ അൺഅക്കാഡമി എഡ്യൂക്കേറ്ററും ഓരോ സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് അൺഅക്കാഡമിയുടെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് ലഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സാമുകളൊന്നും അടുത്തുടനെ ഇല്ല എങ്കിൽ പോലും പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. എല്ലാവരും തന്നെ വീട്ടിലായിരിക്കും. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി ലഭിക്കുന്നതാണ്. ഞാൻ കൂടാതെ വേറെ ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. അപ്പോൾ ഇവരൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും കറസ്പോണ്ടിങ് ആയിട്ട് എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ പർട്ടിക്കുലർ എക്സാമിലൊക്കെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ്. അപ്പം ഇവരുടെയൊക്കെ ഒരു സർവീസ് നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതാണ്. ഇതുപോലെ ഓരോ എക്സാമിനും ഓരോ കോഴ്സുകളൊക്കെ ഉണ്ടാകും പ്ലാറ്റ്ഫോമിൽ. LDC പ്രിപ്പറേഷനോ LP UP അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഫയർമാനോ അല്ലെങ്കിൽ ഇപ്പോൾ SI എക്സാമോ ഏതും ആയിക്കോട്ടെ, അതിനുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതാണ്. അൺഅക്കാഡമിയുടെ അഡ്വാൻറ്റേജസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിരിക്കും. ഒരു ലാംഗ്വേജ് ബാരിയറിൻ്റെ ആവശ്യമില്ല. മലയാളത്തിൽ തന്നെയായിരിക്കും കൂടുതൽ ക്ലാസ്സസും ഡീൽ ചെയ്യുന്നത്. നോട്ട്സൊക്കെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ടാവും, മലയാളത്തിലും ഉണ്ടാവും. കൂടാതെ ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അൺഅക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി. കൂടാതെ ഓരോ എഡ്യൂക്കേറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഡൗട്ട് ക്ലിയറൻസ് സെഷനുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ലേണിംഗ് മെറ്റീരിയൽസ്, കൂടാതെ ടെസ്റ്റ്, ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ കേരള PSCയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലുള്ള കണ്ടൻറ്റ് ഫുള്ളി ആയിട്ട് അവൈലബിൾ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതായത് ആ ഒരു ക്ലാസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു ചെറിയൊരു ചാർജുണ്ട്. 1 month മുതൽ 2 year വരെയുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, 1 year അല്ലെങ്കിൽ ഒരു 2 year പ്ലാനാണ് എപ്പോഴും നമുക്ക് എക്കണോമിക്കലും നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പം ഈ പ്രൈസിൽ നിന്നൊരു 10% ഓഫ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അതായത് ഞാൻ എന്ന എഡ്യൂക്കേറ്ററിൻ്റെ ഒരു കൂപ്പൺ കോഡുണ്ട്, അത് ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ASHIK ആഷിഖ് എന്നുള്ളതാണ് എൻ്റെ കൂപ്പൺ കോഡ്. ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ നിന്നൊരു 10% ഓഫും കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ അത്രയാണ് എനിക്ക് അൺഅക്കാഡമിയുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിക്യാപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണം. എന്നിട്ട് ഇതിലോട്ട് വരുവാണെങ്കിലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ മെയിനായിട്ടും സിലബസ് ഡിസ്കഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ത്യൻ ഭരണഘടനയുടെ സിലബസ്, PSC തരുന്ന സിലബസുകളൊക്കെ നമ്മൾ കണ്ടു. 10th ലെവൽ എക്സാംസിനായാലും 12th ലെവൽ എക്സാംസിനായാലും ഡിഗ്രി ലെവൽ എക്സാംസിനായാലും ഉള്ള സിലബസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളൊരു 9 മൊഡ്യൂളായിട്ട് സിലബസിനെ തിരിച്ചു എന്ന് നമ്മൾ കണ്ടു. 1ാമത്തെ മൊഡ്യൂളായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു റീക്യാപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ സ്ലൈഡിലൂടെ എല്ലാം ഒന്നും കൂടെ ഒന്ന് പോവാം. ഇതായിരുന്നു 1ാമത്തെ മൊഡ്യൂള്. 2ാമത്തെ മൊഡ്യൂള് ഭരണഘടനയുടെ നിർമ്മാണമായിരുന്നു.
മൂന്നാമത്തെ മൊഡ്യൂൾ ഭരണഘടനയുടെ കണ്ടന്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. അതായത് പാർട്ട് 1 തൊട്ട് പാർട്ട് 4 വരെയുള്ള ഒരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂൾ ഏതായിരുന്നു? കേന്ദ്രതല ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ടാണ് നാലാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത് അഞ്ചാമത്തെ മൊഡ്യൂളിൽ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. ഇന്ത്യൻ പാർലമെൻറ്റും സുപ്രീം കോടതിയൊക്കെ നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളിലായിരിക്കും. ആറാമത്തെ മൊഡ്യൂൾ വരുമ്പോൾ നമ്മൾ സംസ്ഥാന തല ഭരണ സംവിധാനത്തിലോട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അവിടെ നമ്മൾ കേരള ഹൈക്കോടതിയും ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിസഭ, ഈ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു റീക്യാപ്പ് മാത്രമാണ്. ഭരണഘടനയിലൂടെ തന്നെയാണ് നമ്മൾ ഏഴാമത്തെ മൊഡ്യൂൾ വരുമ്പോഴും പോകുന്നത്. ഇവിടെ വരുമ്പോൾ എന്താ പഠിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ. എട്ടാമത്തെ മൊഡ്യൂൾ വരുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ ഭേദഗതികൾ, ലിസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ എട്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഒമ്പതാമത്തെ മൊഡ്യൂൾ. നിയമങ്ങളും കമ്മീഷനുകളും എന്നുള്ളൊരു പേരിട്ടിട്ടുള്ളൊരു മൊഡ്യൂളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സിലബസ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സും കഴിഞ്ഞ സെഷനിലുണ്ടായിരുന്നു. നമ്മൾ ഭരണഘടന എന്താണെന്നൊക്കെ നോക്കി. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമമാണ് ഭരണഘടന എന്ന് കണ്ടു. സിറ്റിസൺസിനും ആ രാജ്യത്തെ ഗവൺമെൻറ്റിനും ഒക്കെ ഫോളോ ചെയ്യേണ്ട ബേസിക് റൂൾസാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഭരണഘടനയുടെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കണ്ടല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? എല്ലാവർക്കും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. നമ്മൾ ആദ്യത്തെ ഫീച്ചറായിട്ട് കണ്ടത് എന്താണ്? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്നൊരു ഫീച്ചർ പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പോയിന്റുകൾ അന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളൊരു നോട്ടും കൂടെ എഴുതി തയ്യാറാക്കി പോവുക. അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പറഞ്ഞു, പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടനയിലെ ഒരു നല്ല ശതമാനം കണ്ടൻറ്റും. ആ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഇനി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തയോ എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇനിയുള്ള ക്ലാസ്സുകൾ മൊത്തം നമ്മൾ ഈ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും പഠിക്കുന്നത്. മൊഡ്യൂൾ വൈസ് ആയിട്ട് പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭരണഘടന റിജിഡ് ആണെന്നും പറയാം, ഫ്ലെക്സിബിൾ ആണെന്നും പറയാം. ഭരണഘടനയുടെ അമെൻമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നമ്മൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ഇത് നമ്മൾ കണ്ടു. അടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന, രാഷ്ട്രഘടന ഒരു ഫെഡറേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു യൂണിറ്ററി സിസ്റ്റമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടിൻ്റെ ഒരു മിക്സാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. നമ്മൾ ആ രണ്ട് സിസ്റ്റത്തിൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ 4 പോയിന്റുകൾ. അതായത് ക്വാസി ഫെഡറൽ എന്ന നമ്മുടെ രാഷ്ട്രഘടനയെക്കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ ആളാരാണ്? KC വെയറാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ സ്ലൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ സ്ലൈഡ് പ്രത്യേകം പഠിക്കണം. ഓക്കെ, അപ്പോൾ ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത് KC വെയറാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു ടിപ്പും പറഞ്ഞിരുന്നു ഓർത്തിരിക്കാൻ. ക്വാ അല്ലെങ്കിൽ ക്യാ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ എന്താണ്? വാട്ടാണ്. അപ്പോൾ അത് ഈ WH ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാനും ഞാൻ പറഞ്ഞു. ഈ WH ക്വാ അല്ലെങ്കിൽ ക്യാ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാനും ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ടിപ്പ് വെച്ചിട്ടും ഓർത്തിരിക്കാവുന്നതാണ്. രണ്ടാമത്താണ് ബാർഗെയിനിങ് ഫെഡറലിസം. നമ്മൾ പറഞ്ഞു മോർ സ്റ്റോറി പോയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. അത് ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ആരാണ്? മോറിസ് ജോൺസ് ആണ്. അടുത്തത് കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ആരാണ്? ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിങ് ടെൻഡൻസിയാണ് ഇന്ത്യയുടെ രാഷ്ട്രഘടന എന്ന് പറഞ്ഞത് ആരാണ്? ഐവർ ജെന്നിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇത് നിങ്ങൾ പഠിക്കണം. നമുക്ക് ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഈ പോർഷൻ വീണ്ടും വരുമ്പോൾ ഒന്നും കൂടെ പറയാം, പക്ഷേ ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. കൂടാതെ പാർലമെൻറ്റും ജുഡീഷ്യറിയും തമ്മിൽ എന്താ പറയുക ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഐഡിയ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു. കൂടാതെ മറ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള മൗലിക അവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വെച്ചാൽ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ മലയാളത്തിൽ, പിന്നെ മൗലിക കടമകൾ, ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. കൂടാതെ സമുദായിക അവകാശം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇലക്ഷൻ കമ്മീഷൻ പോലത്തെ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ 3 എമർജൻസികളുണ്ട്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ ക്യാരക്ടറായിട്ട് വരുന്നതാണ്. കൂടാതെ ഒരു 3 ടയർ ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ 10% ഓഫ് കിട്ടും. അപ്പോൾ അത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്
നമ്മൾ ആ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത സിലബസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തന്നെ മൊഡ്യൂൾ 1 ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 2 മൊഡ്യൂൾ കഴിയുമ്പോഴത്തേനും നമുക്ക് MCQs ഡിസ്കസ് ചെയ്യാം. MCQs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഒരു 2 മൊഡ്യൂൾ കഴിയുമ്പോഴേ നമുക്ക് ഒരു അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഹെഡിങ് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നാൾ വഴികളാണ്. അപ്പോൾ എന്താണ്, ഞാൻ ഈ മൊഡ്യൂൾ സിലബസിൽ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഈ മൊഡ്യൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് എത്തി എന്നത് ആണ് ഈ മൊഡ്യൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ അതിന് മുമ്പ് പിൻഗാമികളായിട്ട് വന്നിരുന്ന ആക്ടുകൾ, പിൻഗാമികളല്ല മുൻഗാമികൾ, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ആക്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാം ഏകദേശം 1600കളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതും അവർ ഇന്ത്യയിൽ വരുന്നതുമൊക്കെ 1600കളിലാണ്. അപ്പം 1600 മുതൽ ഒരു 1764 വരെ ഈ കമ്പനിയുടെ ലക്ഷ്യം എന്നുള്ളത് പ്യുവർലി എന്താണ്, കച്ചവട താല്പര്യങ്ങളായിരുന്നു. പക്ഷേ 1764 ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. എന്താണ്? ബാറ്റിൽ ഓഫ് ബക്സർ. ഇതൊക്കെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കും കേട്ടോ. ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഓവർലാപ്പിംഗ് ടോപ്പിക്കാണ്. ഇത് നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴും ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ ആ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 1600കളിലാണ് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന 1600ലാണ്. തുടർന്ന് ഒരു 1764 വരെ അവർ പ്യുവർലി ഒരു എന്താ പറയുക കച്ചവട താല്പര്യമുള്ള ഒരു കമ്പനി ആയിരുന്നു. പക്ഷേ 1764 ബാറ്റിൽ ഓഫ് ബക്സാറോടുകൂടി ഇവർക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിലെ ദിവാനി റൈറ്റ്സ് കിട്ടി. ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ കളക്ഷൻ റൈറ്റ്സ് ആണ്. അപ്പോൾ ഈ റവന്യൂ കളക്ഷൻ റൈറ്റ് കിട്ടിയോടെ ഇവരുടെ എന്താ പറയുക, ഇവർ ആദ്യം ഒരു കച്ചവട താല്പര്യത്തിന് മാത്രം വന്നെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് മാത്രം കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നെങ്കിൽ പിന്നീട് അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ വരാൻ തുടങ്ങി. അപ്പം ശ്രദ്ധിക്കുക, 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരികയും തുടർന്ന് 1764 ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷം അവർക്ക് റവന്യൂ കളക്ഷൻ റൈറ്റ് കിട്ടുന്നതിനോടനുബന്ധിച്ചാണ് അവർക്ക് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളിലോട്ടുള്ള കമ്പനിയുടെ കൈകടത്തൽ വന്നു തുടങ്ങിയത്. അപ്പം ഈ ഏകദേശം 1767 ആയി കഴിഞ്ഞപ്പോഴത്തേനും ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ കിട്ടുന്ന റവന്യൂയുടെ ഒരു പങ്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ആനുവലി നൽകണം എന്ന് കമ്പനിയോട് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വരാൻ തുടങ്ങിയതും ഏകദേശം ഈ 1767 സമയത്താണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, കമ്പനിക്ക് കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, കൂടാതെ പൊളിറ്റിക്കൽ കാര്യങ്ങളും അവർ ഇന്ത്യയിൽ ഇടപെടുന്നുണ്ട്. അപ്പം അവർക്ക് ആ സമയത്ത് നിലനിന്നിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ കമ്പനി പൊളിറ്റിക്കൽ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയ സമയത്ത് അവർ ഉത്തരവാദിത്വം ഒന്നും അവരെ ഏറ്റെടുക്കില്ല, പക്ഷേ അവർക്ക് പവർ ഉണ്ടായിരുന്നു, അതോറിറ്റി അവർക്കായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലോക്കൽ റൂളേഴ്സ് അല്ലെങ്കിൽ മുഗൾ എംപറേഴ്സിന് ആക്ച്വലി ഉത്തരവാദിത്വം മുഴുവനും, എന്നാൽ അവർക്ക് പവർ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, കുറേ അഴിമതികൾ അല്ലെങ്കിൽ കറപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒട്ടനവധി സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ശ്രദ്ധിക്കുക, ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1773 ആണ് വർഷം. ശ്രദ്ധിക്കുക, റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇതിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇത് നിങ്ങൾ വീണ്ടും ഹിസ്റ്ററിയിൽ പഠിക്കും. പക്ഷേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ആക്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനീഷ്യലായിട്ട് 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ഇത് ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം, കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ആദ്യ നിയമമാണ്. അപ്പോൾ ഈ 2 പോയിന്റുകൾ ഇനി തുടക്കത്തിൽ ഈ ആക്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ആദ്യ നിയമമാണ്. കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഒരു ആദ്യ നിയമമായിട്ടും ഇതിനെ കണക്കാക്കപ്പെടുന്നു. റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിൻ്റെ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. കമ്പനീനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്
ഉദ്ദേശം. ഇനി നമുക്ക് ഈ ആക്ടിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് നോക്കാം. പ്രൊവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒന്നാമത്തെ പ്രൊവിഷൻ ഏതാണ്? ഗവർണർ ഓഫ് ബംഗാൾ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അപ്പോൾ അന്ന് വരെ ഗവർണർ ഓഫ് ബംഗാൾ എന്നറിയപ്പെട്ടിരുന്ന ആ പദവിക്ക് പിന്നീട് എന്ത് പേരായി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പേരായി. അപ്പോൾ അങ്ങനെ ആകുന്ന ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ്. പേര് ഓർത്തിരിക്കുക. ഞാൻ ലാസ്റ്റ് നിങ്ങളോട് ചോദിക്കും. ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പിന്നീട് അറിയപ്പെട്ടു. അതായത് ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ്. അപ്പം ആ പോയിന്റ് ഓർത്തിരിക്കുക, ഒരു പ്രൊവിഷനാണ്. പിന്നെ മറ്റൊരു പ്രൊവിഷനാണ് കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ആക്ടിൽ. അതേ തുടർന്ന് 1774 കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇത് ന്യൂഡൽഹി അല്ല, കൽക്കട്ടയാണ്. നമുക്കറിയാം നിലവിൽ സുപ്രീം കോടതി ന്യൂഡൽഹിയിലാണ്, പക്ഷേ അന്ന് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് അത് കൽക്കട്ടയിലായിരുന്നു 1774. ആ സ്ഥാപിക്കപ്പെട്ട സുപ്രീം കോടതിയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സർ എലീജ ഇംബെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം നിങ്ങൾ ഓർത്തിരിക്കാം. ഏതൊക്കെയാണ്? കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ പദവി ആ പേര് മാറ്റിക്കഴിഞ്ഞപ്പം ഉണ്ടായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. കൂടാതെ ഒരു സുപ്രീം കോടതി കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. 1774 അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ആ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട സുപ്രീം കോടതിയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സർ എലീജ ഇംബെ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ആക്ടിലോട്ട് പോവുകയാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന വില്യം പിറ്റ്, ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു ഈ ഒരു ആക്ട് വന്നത്. അതുകൊണ്ടാണ് അതിന് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ആക്ടിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വന്നിരുന്ന റെഗുലേറ്റിംഗ് ആക്ടിന് കുറച്ച് ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ആക്ടിൻ്റെ ഉദ്ദേശം. ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ കണ്ടു, ആദ്യം കച്ചവട താല്പര്യം മാത്രം ഉണ്ടായിരുന്ന കമ്പനിക്ക് പിന്നീട് പൊളിറ്റിക്കൽ കാര്യത്തിലും ഇടപെടാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ഡിസ്കഷനിൽ കണ്ടു. കഴിഞ്ഞ 2-3 സ്ലൈഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ആദ്യം കച്ചവട താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് പൊളിറ്റിക്കൽ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പം ഈ ആക്ട് വന്നപ്പോഴത്തേനും ഈ കമ്പനിയുടെ ഈ 2 ഫങ്ഷൻസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ 2 ഫംഗ്ഷനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 2 ബോഡീസ് അല്ലെങ്കിൽ ഒരു 2 സമ്പ്രദായം കൊണ്ടുവന്നു എന്നൊക്കെ നമുക്ക് പറയാം. എന്തൊക്കെയാണ്? ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് കമ്പനിയുടെ കച്ചവട സംബന്ധമായ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നു. മറ്റൊന്നാണ് ബോർഡ് ഓഫ് കൺട്രോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോളും കൊണ്ടുവന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി ലെവലിനൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളൊക്കെ ഏത് നിയമം വഴിയാണ് കൊണ്ടുവന്നത്? ഏത് നിയമമാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ്. അത് ഓർത്തിരിക്കുക. കൂടാതെ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക, ബോർഡ് ഓഫ് കൺട്രോളിൽ 6 അംഗങ്ങളുണ്ടായിരുന്നു. ഇത് ഈ ഇടയ്ക്ക് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. PSCയുടെ ഒരു ബുള്ളറ്റിൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ആ ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ബോർഡ് ഓഫ് കൺട്രോളിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. 6 മെമ്പേഴ്സാണ്. കൂടാതെ ഈ ഒരു ആക്ടോട് കൂടിയാണ് കമ്പനിയുടെ ഇന്ത്യയിലെ ടെറിട്ടറികളെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പം ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രകാരം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന 1773 റെഗുലേറ്റിംഗ് ആക്ടിന് ഉണ്ടായിരുന്ന പോരായ്മകളെ റെക്ടിഫൈ ചെയ്യാൻ കൊണ്ടുവന്നാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇത് കമ്പനിയുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളെയും കൊമേഴ്ഷ്യൽ കാര്യങ്ങളെയും, അതായത് കച്ചവട രാഷ്ട്രീയ താല്പര്യങ്ങളെ വെവ്വേറെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തു. അതിനെ 2നെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോൾ എന്നിങ്ങനെ 2 ബോഡീസിനെ കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ അംഗസംഖ്യ എന്നുള്ളത് 6 മെമ്പേഴ്സാണ്. കൂടാതെ കമ്പനിയുടെ ടെറിട്ടറി ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്നും അറിയപ്പെടാൻ തുടങ്ങി ഈ ഒരു ആക്ടോട് കൂടി. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ വരുമ്പം അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് പോവാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി 1858 വരെ
അതായത് 1858 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഭരണം ഡയറക്റ്റായിട്ട് ഏറ്റെടുക്കുന്നത്. അതുവരെ കമ്പനിയിലൂടെയാണ് അവർ ഇന്ത്യനെ റൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി റൂൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ വർഷം ശ്രദ്ധിച്ച് നോക്കിയേ, 1773 ആണ്. ഇനി അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത് 1793 ആണ്. അതായത് 1773 ശേഷം 20 വർഷത്തിന് ശേഷമാണ് 1793 ചാർട്ടർ ആക്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകൾ അല്ലെങ്കിൽ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ആക്ടുകളാണ്. അപ്പം ഈ കമ്പനിക്ക് ഈ 1773 മുതൽ കമ്പനിയുടെ ലീസ് ഓരോ 20 വർഷം വെച്ചിട്ട് റിന്യൂ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1773 അത് റിന്യൂ ചെയ്ത് 1793 വരെ ആയിരുന്നു. ഇനി 1793 ചാർട്ടർ ആക്ട് എന്നാണ് ആക്ടിൻ്റെ പേരായിട്ട് വരുന്നത്. കാരണം കമ്പനിയായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ചാർട്ടർ ആക്ട് എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ചാർട്ടർ ആക്ട് 1793 പ്രകാരം വീണ്ടും ഒരു 20 വർഷത്തേക്ക് കമ്പനിയുടെ പ്രിവിലേജ് അല്ലെങ്കിൽ കമ്പനിയുടെ ലീസ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അടുത്ത ചാർട്ടർ ആക്ട് എപ്പോഴായിരിക്കും വരേണ്ടത്? 1793 പ്ലസ് 20 വർഷം എന്ന് പറഞ്ഞാൽ 1813 അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്. അപ്പം അടുത്ത ഈ ചാർട്ടർ ആക്ട് എല്ലാം വെച്ചിട്ട് നിങ്ങൾ എല്ലാം കാണാണ്ട് പഠിക്കണ്ട, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. അടുത്ത ചാർട്ടർ ആക്ട് 1813 സംഭവിച്ച 2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. കമ്പനിയുടെ ഇന്ത്യയിലെ ട്രേഡിലുള്ള ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ മോണോപ്പൊളി അവസാനിപ്പിച്ചു. പകരം അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് മാത്രമാക്കി ചൈനയായിട്ട് ട്രേഡ് ചെയ്യാം, കൂടാതെ ടീയിലുള്ള ട്രേഡ് അതും അവർക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചാർട്ടർ ആക്ട് 1813 വഴി എങ്ങനെയൊക്കെയാണ് കമ്പനീനെ റെഗുലേറ്റ് ചെയ്തത്? കമ്പനിയുടെ ഇന്ത്യയിലെ ട്രേഡിൻ്റെ മോണോപ്പൊളി അല്ലെങ്കിൽ ഏകാധിപത്യം അവസാനിപ്പിച്ചു. അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് ഏതൊക്കെയാണ്? ചൈനയായിട്ടുള്ള ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം, കൂടാതെ ടീ ഉള്ള ട്രേഡും കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. കൂടാതെ കമ്പനിയുടെ ലീസ് മറ്റൊരു 20 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എത്രയിലായിരിക്കും ഇനി അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്? 1813 പ്ലസ് 20 എത്രയാണ്? 1833 ആണ്. അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത് 1833 അപ്പോൾ ഈ ചാർട്ടർ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ചാർട്ടർ ആക്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് 1833 ചാർട്ടർ ആക്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ വരുന്നത് ആദ്യത്തെ ഈ പ്രൊവിഷനാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായിട്ട് മാറി. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ എവിടെയാണ് കണ്ടത്? കണ്ടേ? ഓർക്കുന്നുണ്ടോ? എവിടെയാണ് കണ്ടേ? നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് 1773 ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറിയത്. എന്നാൽ ചാർട്ടർ ആക്ട് 1833 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ആ പേര് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. അപ്പം ഈ പറയുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ആയിരിക്കും ബ്രിട്ടീഷ് ഇന്ത്യയിലെ എക്സിക്യൂട്ടീവും അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സ് മൊത്തം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ വരുമ്പോൾ ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കായിരുന്നു. എക്സിക്യൂട്ടീവ് പവറും ലെജിസ്ലേറ്റീവ് പവറും എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരങ്ങളും, എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ നിയമത്തെ ആപ്ലിക്കബിൾ ആക്കുക അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ നിയമത്തെ നിറവേറ്റുക, അതാണ് എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 പവറുകളും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ കണ്ടു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഡെസിഗ്നേഷൻ്റെ പേര് മാറ്റി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ആ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയ ആളാണ് ലോർഡ് വില്യം ബെൻഡിക്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് എന്താണ്? ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി. അങ്ങനെ ഉണ്ടായ ആദ്യ വ്യക്തി ആരായിരുന്നു? ഓർത്തിരിക്കുന്നുണ്ടോ? ആരാണ്? ലോർഡ് വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. അപ്പം വീണ്ടും ഡെസിഗ്നേഷൻ്റെ പേര് മാറിയപ്പം അതിൻ്റെ അവകാശിയാരായി? ലോർഡ് വില്യം ബെൻഡിക് ആയി. അപ്പോൾ ആ പോയിന്റുകൾ ഈ ആക്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കമ്പനിയുടെ ലീസ് ഒരു 20 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു ചാർട്ടർ ആക്റ്റും കൂടെ എന്തായാലും വരും. ഏത് വർഷമായിരിക്കും? 1853 ഒരു ചാർട്ടർ ആക്റ്റും കൂടെ വരും. കൂടാതെ ഈ ഒരു ആക്ടോട് കൂടി കമ്പനിയുടെ ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെ മൊത്തം നിർത്തിവെച്ചു, അല്ലെങ്കിൽ എൻഡഡ് ദ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. അതായത് കഴിഞ്ഞ ആക്ടിൽ നമ്മൾ കണ്ടു അവർക്ക് ചൈനയായിട്ട് ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ടീയിലൊക്കെ ട്രേഡ് ചെയ്യാമെന്ന് കണ്ടു. ഇനിയിപ്പോൾ അതുപോലും പറ്റാതെ കമ്പനിയുടെ ഇന്ത്യയിലെ എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും നിർത്തി. പിന്നീട് അവർക്ക് എന്ത് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ? പൊളിറ്റിക്കൽ ഫംഗ്ഷൻ. അതായത് കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാത്രമാണ് പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് 1833 ആയപ്പോഴത്തേനും അവരുടെ കച്ചവട താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തി പിന്നീട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാത്രമാണ്
കമ്പനി പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1833 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരാണ്? ലോർഡ് വില്യം ബെൻഡിക് ആണ്. പേര് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഇനിയും പലതവണ പറയുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ നിയമം നിർമ്മിക്കാനുള്ള അധികാരവും നിയമം നടപ്പിലാക്കാനുള്ള അധികാരവും ഒക്കെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്ക് ആയിരുന്നു. കമ്പനിയുടെ ലീസ് 20 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ കമ്പനിയുടെ ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നിർത്തി പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് മാത്രം കമ്പനി തുടർന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാസ്റ്റ് ചാർട്ടർ ആക്ട് ആണ്. ചാർട്ടർ ആക്ട് 1853. അപ്പം ഇതിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കണ്ടു, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടില്ലേ, ഇന്ത്യയിലുള്ള നിയമം നിർമ്മിക്കാനുള്ളതും നിയമം നടപ്പിലാക്കാനുള്ള അധികാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ആക്ട് വഴി ഈ രണ്ട് നിയമത്തെ അല്ലെങ്കിൽ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് വിങ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഗവർണർ ജനറൽസ് ലെജിസ്ലേറ്റീവ് കൗൺസിലായിരിക്കും നിയമം നിർമ്മിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നൊക്കെ അതിന് പേര് പറയാറുണ്ട്. അപ്പം പ്രധാനപ്പെട്ട പ്രൊവിഷൻ ഇതാണ്. അതായത് ഗവർണർ ജനറലിൻ്റെ അധികാരത്തെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്നും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്നും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. കൂടാതെ ഈ ആക്ട് വഴി വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷനാണ് സിവിൽ സർവീസിലോട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് ഇതിന് മുമ്പത്തെ ചാർട്ടർ ആക്ടിലും പറയപ്പെട്ടിരുന്നു, പക്ഷേ അത് നടപ്പാക്കിയില്ല. അപ്പോൾ ഈ ചാർട്ടർ ആക്ട് 1853 സിവിൽ സർവീസിലോട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഇത് സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയും അപ്പം നിങ്ങൾ ഇവിടെ തന്നെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്? മക്വെലെ കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസ്. അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1854 അപ്പോൾ ശ്രദ്ധിക്കാം, ഈ ഒരു ചാർട്ടർ ആക്ടിൻ്റെ പ്രൊവിഷൻസ് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നില്ല. എന്താണ്? കമ്പനിയുടെ ലീസ് പിന്നെ ഒരു 20 വർഷത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കമ്പനി റൂള് ടെർമിനേഷൻ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ അപ്പം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കമ്പനി റൂള് ടെർമിനേഷനിലോട്ട് പോകാൻ പോവുകയാണ്. കാരണം നമുക്ക് മനസ്സിലാവും, ഒരു 20 വർഷത്തേക്കും കൂടെ കമ്പനിയുടെ ലീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത ആക്ട് നോക്കാം. ആക്ടിൻ്റെ പേര് മാറി. ഇത്രയും നാളും ചാർട്ടർ ആക്ട് എന്നറിയപ്പെട്ടിരുന്ന ആക്ടുകൾ പിന്നീട് വരുമ്പോൾ എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് അറിയപ്പെടാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, 1857 ഒരു കലാപം നടക്കുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന 1857 റിവോൾട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഷിപ്പായി ലഹള ഒക്കെ സംഭവിക്കുന്ന 1857. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇങ്ങനെ കാര്യങ്ങൾ വിട്ടാൽ ശരിയാവില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റ് ഭരണം ഏറ്റെടുക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏകദേശം നമ്മൾ കണ്ടു 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. 1764 അവർ കച്ചവട താല്പര്യങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങിയത്. 1767 മുതൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ഇന്ത്യയിൽ ഇടപെടാൻ തുടങ്ങി. ഒരു 1858 കൂടി കമ്പനി റൂൾ അവസാനിക്കുകയും പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം വരെ എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ 1858 മുമ്പും ശേഷവുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. മുമ്പ് എന്തായിരുന്നു? 1858 മുമ്പ് കമ്പനി റൂളായിരുന്നു. 1858 മുതൽ ഈ 1947 വരെ എന്തായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് റൂളായിരുന്നു. 1858 മുതൽ 1947 വരെ. അപ്പോൾ ആ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1858 മുമ്പുള്ള ആക്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം തന്നെ ചാർട്ടർ ആക്ടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിന് മുമ്പ് റെഗുലേറ്റിംഗ് ആക്ടും പിറ്റ്സ് ഇന്ത്യ ആക്ടും ഉണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ നോക്കി. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ആക്ടുകൾ അറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. കാരണം എന്തായിരിക്കും? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഭരണം ഡയറക്റ്റായിട്ട് ഏറ്റെടുത്തു. അതുകൊണ്ട് ഇനിയുള്ള ആക്ടുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അടുത്ത് വരുന്നുണ്ട്. അപ്പം ഇനിയുള്ള ആക്ടുകൾ ഈ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇത് ഇനാക്ട് ചെയ്യപ്പെട്ടത്. ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നും ഈ ആക്ടിനെ അറിയപ്പെടാറുണ്ട്. കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റ് ഇന്ത്യയിൽ ഭരണം വരികയാണ്. അപ്പം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ ബെറ്റർ ആക്കുക എന്നൊക്കെ ഉള്ള ഒരു ലക്ഷ്യം ഇതിനുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊവിഷൻ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ കണ്ടു, കമ്പനി റൂള് നിർത്തി അല്ലെങ്കിൽ തീർന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാം.
കമ്പനി റൂൾ തീരുകയും ആ പവേഴ്സൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ ആക്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ. വീണ്ടും ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ ഒരു പേരുമാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് വൈസ്രോയി ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്ര മാറ്റം കണ്ടു? ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി, അത് നമ്മൾ കണ്ടു. അടുത്തത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. അടുത്തത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്തായിട്ട് മാറി? വൈസ്രോയി ആയിട്ട് മാറി. വൈസ്രോയി ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. അപ്പോൾ ഈ 3 മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാരായിരുന്നു? ഓർക്കുന്നുണ്ടോ? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരായിരുന്നു? വില്യം ബെൻഡിക് ആയിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പേരാരാണ്? ലോർഡ് കാനിങ് ആണ്. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ ആകുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ലോർഡ് കാനിങ് ആണ്. ഇനി ഇതേ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടു, കമ്പനിയുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് 2 ബോഡീസ് രൂപീകരിച്ചിരുന്നു, അല്ലെങ്കിൽ 2 സ്ഥാപനങ്ങൾ രൂപീകരിച്ചു എന്ന് നമ്മൾ കണ്ടു. ബോർഡ് ഓഫ് കൺട്രോളും ഇവിടെ ഒരു ഓഫ് ഉണ്ട് കേട്ടോ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും നമ്മൾ രൂപീകരിച്ചതായിട്ട് കണ്ടു. ഇതിന് മുമ്പത്തെ ഡിസ്കഷനിൽ നമ്മൾ കണ്ടു. അപ്പം ഈ ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു കമ്പനിയെ അബോളിഷ് ചെയ്തു എന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ 2 സാധനവും അബോളിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതില്ല എന്ന് മനസ്സിലാക്കുക. ഇനി പകരം വന്ന ഒരു പോസ്റ്റാണ് എന്താണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഇനിയുള്ള അഡ്മിനിസ്ട്രേഷൻ മൊത്തം നടക്കുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയിലൂടെ ആയിരിക്കും. ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലൂടെ ആയിരിക്കും. അപ്പം പുതിയതായിട്ടൊരു പോസ്റ്റ് വന്നു. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റായിരുന്നു ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. അത് കമ്പനി അബോളിഷ് ചെയ്തതോടെ അതും അബോളിഷ് ചെയ്യപ്പെട്ടു. പകരം വന്ന എന്തൊക്കെയാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ളൊരു പോസ്റ്റ് വന്നു. ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ മൊത്തം ഈ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ ആരാണോ അയാളിലൂടെ ആയിരിക്കും. അയാൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലൂടെ ആയിരിക്കും. കൂടാതെ ഇയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു 15 മെമ്പർ ഒരു കൗൺസിലും കൂടെ വന്നു. അപ്പോൾ 2 സാധനങ്ങൾ പോയിട്ട് പകരം 2 സാധനങ്ങൾ വന്നു. എന്തൊക്കെയാണ്? ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും പോയി പകരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയും കൗൺസിൽ ഓഫ് ഇന്ത്യയും വരികയുണ്ടായി. അപ്പോൾ അത് ഇത്രയും പ്രൊവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഇത്രയും പ്രൊവിഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ശിപ്പായി ലഹള അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഈ ആക്ട് ഇനാക്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ഭരണം ഡയറക്റ്റായിട്ട് ഏറ്റെടുക്കുന്നു. അത് പ്രകാരം വരുന്ന ആദ്യത്തെ നിയമമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും അബോളിഷ് ചെയ്യപ്പെടുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ അറിയപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ലോർഡ് കാനിങ്. കൂടാതെ പുതുതായിട്ട് 2 സംഭവങ്ങൾ വരുന്നു. എന്തൊക്കെയാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പോസ്റ്റും വരുന്നു. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ബോഡിയും വരുന്നു. ഒരു 15 മെമ്പർ ബോഡിയാണ്. ഇത്തരം പോയിന്റുകൾ ഓർത്തിരിക്കാമല്ലോ. അടുത്തത് ഒരു വേറൊരു ഹെഡിങ് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്സ്. ഇത് ജസ്റ്റ് നിങ്ങളോടൊന്ന് അവെയർ ആക്കാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. എങ്കിലും ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് നമ്മളിത് പഠിക്കുന്നുണ്ട്. എന്താണ്? 3 കൗൺസിൽ ആക്റ്റുകളുണ്ട്. അതായത് നമ്മളിവിടെ കണ്ടില്ലേ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റുകളാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 3 എണ്ണം ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 1861 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് തന്നെ 1909 3 കൗൺസിൽ ആക്റ്റുകളുണ്ട്. ആ വർഷമാണ് ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെയാണ്? 1861 1892 1909. അപ്പം ഈ ആക്റ്റുകൾ വഴി ഇത് നമുക്ക് കോമൺ ആയിട്ട് തന്നെ ഈ ആക്റ്റുകളെ കുറിച്ച് പറയാം. ഈ ആക്റ്റുകൾ വഴി സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കൗൺസിലിലോട്ട് അല്ലെങ്കിൽ ആ കൗൺസിൽ ഓഫ് ഇന്ത്യയിലോട്ട് ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആക്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റ് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാണ്ട് പ്രോപ്പറായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചു കുറച്ച് ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ലെജിസ്ലേറ്റീവ് കൗൺസിലുമുണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലുമുണ്ട്. അതായത് നിയമം നിർമ്മിക്കാനുള്ള വിഭാഗമുണ്ട്, നിയമം നടപ്പിലാക്കാനുള്ള വിഭാഗമുണ്ട്. അപ്പം ഈ ആക്റ്റുകൾ വഴി ആദ്യം സാധൂകരിച്ചത് എന്താണ്? നിയമം നിർമ്മിക്കാനുള്ള കൗൺസിലിലോട്ട് ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാൻ തുടങ്ങി.
അങ്ങനെ ആദ്യമായിട്ട് 3 പേർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടി. ആരൊക്കെയാണ്? രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്യാല, സർ ദിങ്കർ റാവു. ഈ 3 പേർക്ക് ഈ വൈസ്രോയിയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിലോട്ട് റെപ്രസെൻറ്റേഷൻ കിട്ടി. ആദ്യമായിട്ട് ഇന്ത്യൻസിന് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 വഴി സാധ്യമാകുന്നത്. അടുത്ത ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വഴി ഈ റെപ്രസെൻറ്റേഷൻ ഇൻക്രീസ് ചെയ്തു, അതായത് അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്തു. അടുത്ത ഒടുവിലത്തെ കൗൺസിൽ ആക്റ്റാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇതുവഴി സംഭവിച്ച ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളിവിടെ കണ്ട എന്താണ്? വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ടാണ്. എന്നാൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് ഒരു ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ വന്നു. അത് ആ വ്യക്തി ആരാണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ആക്ട് ശ്രദ്ധിക്കുക, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആണ്. ഈ ആക്ടിന് മറ്റൊരു പേരും കൂടെ പറയും, മോർലെ മിൻഡോ റിഫോംസ് എന്നും പറയും. കാരണം ഈ മോർലെ ആയിരുന്നു, ലോർഡ് മോർലെ ആയിരുന്നു ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ലോർഡ് മിൻഡോ ആയിരുന്നു ആരായിരുന്നു? വൈസ്രോയി ആയിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പേരിലും ഈ കൗൺസിൽ ആക്ട് അറിയപ്പെടാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആണ് മോർലെ മിൻഡോ റിഫോംസ് എന്നറിയപ്പെടുന്നത്. മറ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വരുന്നു. അയാളുടെ പേരെന്താണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. കൂടാതെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെയുണ്ട്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ലോർഡ് മിൻഡോയാണ്. കാരണം ഈ ഒരു ആക്ട് വഴി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ളൊരു സിസ്റ്റം ഇന്ത്യയിൽ വരികയാണ്. അതായത് ഇപ്പം മുസ്ലിം റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ മുസ്ലിംസ് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റം വരികയാണ്. അതുകൊണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വരുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ ലോർഡ് മിൻഡോവിനെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കൗൺസിൽ ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കൗൺസിൽ ആക്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു നോൺ ഒഫീഷ്യലായിട്ടൊക്കെയാണ് ഇവർ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആദ്യം വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട് റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നു, പിന്നീട് ആ റെപ്രസെൻറ്റേഷൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഒടുവിൽ 1909 ആയപ്പോഴത്തേനുമാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് റെപ്രസെൻറ്റേഷൻ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പേരുകളൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്യാല, സർ ദിങ്കർ റാവു, സത്യേന്ദ്ര പ്രസാദ് സിൻഹ. കൂടാതെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ആരാണ്? ലോർഡ് മിൻഡോയാണ്. അപ്പോൾ ഇത്രയും 3 കൗൺസിൽ ആക്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. 1861, 1892, 1909. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ഡിസ്കഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണ്? 1858 അപ്പോൾ അടുത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഇടയ്ക്കാണ് ഈ 3 കൗൺസിൽ ആക്ടുകൾ വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഈ ആക്ടിൻ്റെ മറ്റൊരു പേരാണ് മൊണ്ടാക്കു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ കണ്ട മോർലെ മിൻഡോ പോലെ തന്നെ കിട്ടിയ പേരാണ്. എഡ്വിൻ മൊണ്ടേഗു ആയിരുന്നു ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു വൈസ്രോയ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ അതറിയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചോദ്യം വരാം, ഈ മൊണ്ടാക്കു ചെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെട്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് വർഷത്തിലെ ആയിരുന്നു എന്നൊരു ചോദ്യം വരാം. ഓർത്തിരിക്കാം, 1919 ആണ്. കൂടാതെ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ ഉള്ള ഫീച്ചേഴ്സ് കുറേയൊക്കെ ആദ്യമായിട്ട് വന്നത് ഈ ആക്ടിലൂടെയാണ്. എന്താണ്? ബൈക്യാമറലിസം. എന്താ ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ദ്വിമണ്ഡല സഭ. എന്താ ദ്വിമണ്ഡല സഭ? നമുക്കറിയാം, പാർലമെൻറ്റിൽ ലോക്സഭയുണ്ട്, അതായത് ലോവർ ഹൗസ് ഉണ്ട്, രാജ്യസഭയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴിയാണ്. അതിൻ്റെ ഇംഗ്ലീഷിലെ പേരാണ് ബൈക്യാമറലിസം, മലയാളത്തിൽ ഞാൻ പറയുന്ന പേരാണ് ദ്വിമണ്ഡല സഭ. അപ്പോൾ ഇത് വരികയും നേരത്തെ ഉണ്ടായിരുന്ന, നമ്മൾ നേരത്തെ കണ്ട ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതായത് നിയമം നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സാധനത്തിനെ റിപ്ലേസ് ചെയ്ത് ഇപ്പോൾ എന്ത് വന്നു? ഈ ബൈക്യാമറലിസം അല്ലെങ്കിൽ ഈ അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നുള്ള ഒരു സിസ്റ്റം വന്നപ്പം ഇത് റിപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. ദ്വിമണ്ഡല സഭ എന്നുള്ളൊരു ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് ഈ ആക്ട് മുഖേനയാണ്. കൂടാതെ ഡയറക്റ്റ് എലക്ഷൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റും വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഡയാർക്കി.
ഡയാർക്കി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദ്വിഭരണം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ നിലവിൽ നമുക്ക് ഈ പ്രൊവിഷൻ നിലവിലുള്ള ഭരണഘടനയിൽ ഇല്ല, അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഇത് ഈ ഒരു ആക്ടിൽ ഉണ്ടായിരുന്നൊരു പ്രൊവിഷൻ ആണെന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ദ്വിഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രൊവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റേറ്റ് പോലത്തെ അന്ന് പ്രൊവിൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് പ്രൊവിൻസിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഒരു നിയമം നിർമ്മിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിലായിരിക്കും, കുറച്ച് കാര്യങ്ങൾ റിസർവ്ഡ് സബ്ജക്ട്സിലായിരിക്കും. ഈ റിസർവ്ഡ് സബ്ജക്ട്സിലുള്ള കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? വൈസ്രോയുടെ അനുമതി വേണം. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ആണെങ്കിൽ ആ പ്രൊവിൻസിലെ തന്നെ ക്യാബിനറ്റോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിന് കൂടിയിട്ട് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെവലിൽ 2 ഭരണം വരുമല്ലേ, വൈസ്രോയുടെ ഒരു ഇൻഫ്ലുവൻസും വരുന്നുണ്ട്, കൂടാതെ ആ സ്റ്റേറ്റിൻ്റെ തന്നെ മിഷനറിയുടെ ഇൻഫ്ലുവൻസും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ദ്വിഭരണം എന്നുള്ളൊരു ആശയം എന്ന് പറയാൻ കാരണം. പക്ഷേ ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു സംഭവം അടുത്ത ആക്ട് വരുമ്പോഴത്തേനും അബോളിഷ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഓർത്തിരിക്കുക, ഡയാർക്കി എന്നുള്ളത് ആദ്യമായിട്ട് വന്നത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇനി ഈ ആക്ടിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. അതായത് സിവിൽ സർവീസ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാവുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കാം. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് ഇതറിയപ്പെട്ടിരുന്നു. ബൈക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ എന്നുള്ള ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് ഈ ആക്ട് മുഖേനയാണ്. ഡയറക്റ്റ് എലക്ഷൻസ് എന്നുള്ളൊരു ആശയം വരുന്നത് ഈ ആക്ട് മുഖേനയാണ്. ഡയാർക്കി പ്രൊവിൻസസിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ, അന്ന് പ്രൊവിൻസസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഡയാർക്കി അല്ലെങ്കിൽ ദ്വിഭരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആക്ട് വഴിയാണ്. കൂടാതെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ആക്ട് വെച്ച് ഓർത്തിരിക്കുക. അടുത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ്. ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ആക്ട് 1935 ആക്ടാണ്. ഈ ആക്ടാണ് നമ്മുടെ നിലവിലെ ഇന്ത്യൻ ഭരണഘടനയുടെ മേജറായിട്ടുള്ളൊരു സോഴ്സ്. അതായത് നമ്മൾ കടമെടുത്തെന്ന് പറയില്ലേ, അതായത് ഈ ആക്ടിൽ നിന്നാണ് മേജറായിട്ടും ഉള്ള നമ്മുടെ നിലവിലെ ഇന്ത്യൻ ഭരണഘടനയുടെ കണ്ടൻറ്റുകൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിശേഷണമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ 3 ലിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇങ്ങനെ 3 ലിസ്റ്റുകളുണ്ടെന്ന് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു 3 ലിസ്റ്റ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു ആക്ടിലൂടെയാണ്. പക്ഷെ അന്ന് അതറിയപ്പെട്ടിരുന്നത് ഫെഡറൽ ലിസ്റ്റ് എന്നായിരുന്നു, യൂണിയൻ ലിസ്റ്റിന് പകരം. സ്റ്റേറ്റ് ലിസ്റ്റിന് പകരം അറിയപ്പെട്ടിരുന്നത് പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നായിരുന്നു. കൺകറൻറ്റ് ലിസ്റ്റ് അന്ന് കൺകറൻറ്റ് ലിസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് വരുന്നത് ഈ ആക്ട് മുഖേനയാണ്. കൂടാതെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടതാണ് അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസ്യൂജറി പവേഴ്സ്. അത് സെൻട്രലിനായിരിക്കും. അന്ന് അത് വൈസ്രോയ്ക്കായിരുന്നു, ഇന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആശയം വരുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ കണ്ടു എന്ത്? പ്രൊവിൻസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളത്, അതായത് ദ്വിഭരണം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളത്. അത് അടുത്ത ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയി കഴിഞ്ഞപ്പോഴത്തേനും അത് അബോളിഷ് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു സംഭവം നേരത്തെ രൂപീകരിച്ചായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ, ഒരു 15 മെമ്പർ കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മൾ നേരത്തെ രൂപീകരിച്ചായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് പ്രകാരമായിരുന്നു? 1858 പ്രകാരം. അതും ഈ 1935 ആയപ്പം അതും അബോളിഷ് ചെയ്യപ്പെട്ടു. കൂടാതെ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷൻ ഈ ആക്ടിൽ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷനും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്തു എന്നാണ്? 1937 1 ഒക്ടോബറിലാണ് ഒരു ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷൻ ഈ ആക്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്യുകയും ചെയ്തു. ഈ ഫെഡറൽ കോർട്ടാണ് പിന്നീട് സുപ്രീം കോടതിയായിട്ട് മാറുന്നത്, നമ്മുടെ നിലവിലത്തെ സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നടന്നത് 28 ജനുവരി 1950 ഇത് നമ്മൾ സുപ്രീം കോടതി വരുമ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓർത്തിരിക്കുക, അന്നത്തെ പേര് ഫെഡറൽ കോർട്ടായിരുന്നു. പിന്നീട് അത് സുപ്രീം കോടതിയായിട്ട് മാറുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കുക, ഇതിനു മുമ്പ് ഒരു സുപ്രീം കോടതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ആ സുപ്രീം കോടതി കൽക്കട്ടയിലായിരുന്നു. എന്നാൽ ഈ സുപ്രീം കോടതി ന്യൂഡൽഹിയിൽ തന്നെയാണ്.
ആ സുപ്രീം കോടതി എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. ഈ സുപ്രീം കോടതി നിലവിലത്തെ സുപ്രീം കോടതിയുടെ സീറ്റ് തന്നെയാണ് ന്യൂഡൽഹിയാണ്. കൂടാതെ ജവഹർലാൽ നെഹ്റു ഈ ആക്ടിനെ കുറിച്ചിട്ട് ഒരു കമൻറ്റ് പറയുകയുണ്ടായി. മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്സ് ബട്ട് നോ എൻജിൻ എന്ന ഈ നിയമത്തെക്കുറിച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ ഭരണഘടന പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന നിയമമാണ്. 3 ലിസ്റ്റ് എന്നുള്ളൊരു ആശയം നമുക്ക് എടുത്തത് ഇതിൽ നിന്നാണ്. റെസ്യൂജറി പവേഴ്സ് വൈസ്രോയ് അല്ലെങ്കിൽ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് എന്നുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നാണ്. കൂടാതെ ഡയാർക്കി എന്നുള്ളൊരു സംഭവം അബോളിഷ് ചെയ്തു. കൗൺസിൽ ഓഫ് ഇന്ത്യ അബോളിഷ് ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെഡറൽ കോർട്ട് 1937 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇത് പിന്നീട് സുപ്രീം കോടതിയായിട്ട് മാറുന്നു. അതിൻ്റെ സീറ്റ് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അനുസരിച്ച് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? പാർട്ടീഷൻ. ഇന്ത്യ പാകിസ്ഥാനായിട്ട് നമ്മുടെ രാജ്യം വിഭജനം നടക്കപ്പെടുന്നു. ഇന്ത്യയായിട്ടും പാകിസ്ഥാനായിട്ടും. കൂടാതെ ഓഫീസ് ഓഫ് വൈസ്രോയ് അബോളിഷ് ചെയ്യപ്പെടുന്നു. ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അബോളിഷ് ചെയ്യപ്പെടുന്നു. തുടർന്ന് 2 നിയമനിർമ്മാണ സഭകൾ രൂപീകരിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. 2 ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യക്കും മറ്റൊന്ന് പാകിസ്ഥാനും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഈ ആക്ടുകൾ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. അതായത് നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പല ഫീച്ചറുകളും ഈ ആക്ടുകളിലൂടെയാണ് നമുക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആക്ടുകളാണ് ഡിസ്കസ് ചെയ്തത്? നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, ഒരു റിക്യാപ്പ് പോലെ. റെഗുലേറ്റിംഗ് ആക്ട് 1773 ആയിരുന്നു ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ട്. പിന്നെ ഏതായിരുന്നു? പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഏതാ വർഷം? 1784 ആയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ചാർട്ടർ ആക്ടുകളായിരുന്നു. അതായത് ഈ 73ൻ്റെ കൂടെ 20 കൂട്ടി പോവുക. 1793 1813 1833 1853 ലാസ്റ്റ് ചാർട്ടർ ആക്ടുകൾ വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെ എന്തൊക്കെ കണ്ടു? പിന്നെ നമ്മൾ പഠിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളാണ്. ആദ്യത്തെ ഏതായിരുന്നു? 1858 ആക്ടും കണ്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് കണ്ടു. പിന്നെ ഒരു 3 കൗൺസിൽ ആക്ടുകൾ ഉണ്ടായിരുന്നു, ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. ഏതൊക്കെയാണ്? 1861 ഉണ്ടായിരുന്നു, 1892 ഉണ്ടായിരുന്നു, 1909 ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു. ഏതാണ്? 1919. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണ്? 1935. ഒടുവിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 നമ്മൾ വന്ന് നിൽക്കുന്നതും. നമുക്ക് എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യം? നമുക്ക് ഭരണഘടന നിർമ്മിക്കണ്ടേ? അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു. എന്താണ്? 2 നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള പ്രൊവിഷൻ വന്നു. പക്ഷേ പാർട്ടീഷൻ നടന്നുകൊണ്ടാണ് ഈ 2 എന്നുള്ളൊരു നമ്പർ വന്നത് ഇന്ത്യക്കും പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ടോപ്പിക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർലാപ്പിംഗ് ടോപ്പിക്കാണ്. അവിടെ നിങ്ങളത് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ 2 തവണ പഠിക്കുന്നതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ അത് ഓർത്തിരിക്കാനും പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നോട്ടും കൂടെ ഉണ്ടാക്കി പോവുക. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷൻസ് മാത്രം നമ്മൾ കേരള PSCക്കൊക്കെ വേണ്ടിയിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് കാട് കയറി പഠിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇന്ത്യൻസിൻ്റെ സൈഡിൽ നിന്ന് വന്ന കുറച്ച് റെസ്പോൺസുകൾ എടുക്കാം. അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സഭ സ്വാഭാവികമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാജ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭരണഘടന വേണം. അപ്പം ഭരണഘടന നമ്മളെപ്പോഴും സ്വരാജ് വേണം എന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ ഫുൾ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ് വേണം എന്നൊക്കെ പറയുമ്പോഴും, അപ്പോഴൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്നുള്ളത്. അതായത് അതിൻ്റെ ഇംഗ്ലീഷാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്നുള്ളൊരു ഐഡിയ ആദ്യമായിട്ട് പറയുന്ന വ്യക്തിയാണ് MN റോയ്. വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യനാണ്, ഫസ്റ്റ് ഇന്ത്യനാണ്. ഓക്കെ, MN റോയ് നിങ്ങൾക്കറിയാം, ഫൗണ്ടർ ഓഫ് CPI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് അദ്ദേഹം.
അപ്പം ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ളൊരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് MN റോയ് ആണ്. അപ്പോൾ അദ്ദേഹം ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് 1934 അപ്പോൾ MN റോയ് എന്നുള്ളൊരു പേര് ഓർത്തിരിക്കുക നിയമനിർമ്മാണ സഭ, ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട് ബന്ധപ്പെട്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ഫാക്റ്റുകളും കൂടെ ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്നുള്ളത്, MN റോയിയുടെ ബുക്കാണ്. കൂടാതെ ഇന്ത്യയിലെ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്ലാനുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബോംബെ പ്ലാൻ, വിശ്വേശ്വരയ്യ പ്ലാൻ എന്നുള്ള കുറച്ച് പ്ലാനുകളെ കുറിച്ച് നിങ്ങൾ എക്കണോമി ആൻഡ് പ്ലാനിങ് ഒക്കെ പഠിക്കുമ്പം അത് പഠിക്കുന്നതാണ്. അപ്പോൾ MN റോയി ആയിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാനുണ്ട്, പീപ്പിൾസ് പ്ലാൻ. 1945 അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. ആ പ്ലാനിൻ്റെ പേരാണ് പീപ്പിൾസ് പ്ലാൻ എന്നുള്ളത്. അപ്പം ഈ MN റോയി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പോയിന്റിൽ ഓർത്തിരിക്കേണ്ടത് ഇതാണ്, ഭരണഘടന നിർമ്മാണ സഭ എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് പറയുന്നത് അദ്ദേഹമാണ്, 1934. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റാണ് എന്ത്, ഇന്ത്യൻ ട്രാൻസിഷൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്. പീപ്പിൾസ് പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തതും MN റോയി ആണ് 1945. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്നുള്ളൊരു ആവശ്യം ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി റേസ് ചെയ്തു അല്ലെങ്കിൽ കൊണ്ടുവന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക ഏതായിരിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരിക്കും. പക്ഷെ അതിന് മുമ്പേ സ്വരാജ് പാർട്ടി അത്തരത്തിലൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരുന്നു, ഒരു ഡിമാൻഡുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അപ്പം അത് INCക്ക് മുമ്പ് ഈ ഒരു പാർട്ടിയുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് CR ദാസും മോട്ടിലാൽ നെഹ്റു, ഫൗണ്ടേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആളുകളാണ്. അപ്പം ഈ സ്ലൈഡിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. MN റോയ്, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇന്ത്യൻ ട്രാൻസിഷനാണ്. പീപ്പിൾസ് പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തത് MN റോയ് ആണ്. കൂടാതെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ളൊരു ആവശ്യം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലീഡേഴ്സാണ് CR ദാസും മോട്ടിലാൽ നെഹ്റു. ഇനി സ്വാഭാവികമായിട്ടും അടുത്തത് ആരായിരിക്കും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എപ്പോഴും പോരാടിക്കൊണ്ടിരുന്ന ആരാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ശരിക്കും ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു, അതായത് 1934 മുമ്പേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഇത് നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നൊക്കെയുള്ളൊരു ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡിസ്കഷനും പിന്നീട് അത് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്യപ്പെടുന്നതൊക്കെ ഞാൻ ഈ സ്ലൈഡിൽ പറയുന്ന കാലഘട്ടത്തിലാണ്. അതായത് INCയുടെ ബോംബെ സെഷൻ 1934 കോൺഗ്രസ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിനെക്കുറിച്ചും പറയണം എന്നൊക്കെ ഒരു ഡിസ്കസ് ചെയ്യുന്നത് 1934. അപ്പോൾ ആ ബോംബെ സെഷൻ പ്രസിഡൻറ്റും കൂടെ ഓർത്തിരിക്കുക രാജേന്ദ്ര പ്രസാദാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം ഒരു ഡിമാൻഡ് ഒഫീഷ്യലി പറയുന്നത്, അതായത് ആദ്യം ഒരു ഡിസ്കസ് ചെയ്തു, പിന്നെ അതൊരു ഒഫീഷ്യലായിട്ട് വരുന്നത് കോൺഗ്രസിൻ്റെ ഫൈസ്പൂർ സെഷനാണ്. 1937 ഫൈസ്പൂർ സെഷനിലാണ് അതൊരു ഒഫീഷ്യലായിട്ട് വരുന്നത്. ആ ഫൈസ്പൂർ സെഷൻ്റെ പ്രസിഡൻ്റ് ആരാന്ന് ഓർത്തിരിക്കുക, ജവഹർലാൽ നെഹ്റു ആണ്. ഫൈസ്പൂർ സെഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു റൂറൽ ഏരിയ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നടക്കുന്ന ആദ്യത്തെ സെഷൻ കൂടെയാണ് ഫൈസ്പൂർ സെഷൻ എന്നുള്ളത്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് സെഷനുകളാണ്. ബാക്കി INCയുടെ സെഷനുകളൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 3 സെഷൻ ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെയാണ്? ബോംബെ സെഷൻ ഓഫ് INC ഇൻ 1934, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പിന്നെ INC ഒഫീഷ്യലി ആ ഒരു ഡിമാൻഡ് പറയുന്നത് ഫൈസ്പൂർ സെഷനിലാണ് 1937. അതെവിടെ ഫൈസ്പൂറിലാണ് നടക്കുന്നത്, ഒരു വില്ലേജിൽ നടക്കുന്ന ആദ്യത്തെ സെഷനാണ്. പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഇതേ ഡിമാൻഡ് തൊട്ടടുത്ത വർഷം നടന്ന ഹരിപ്പുര സെഷനിലും അവർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് 1938. അപ്പോൾ ഹരിപ്പുര സെഷൻ്റെ പ്രസിഡന്റ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ഈ 3 സെഷൻസ് ഓർത്തിരിക്കുക, ബോംബെ സെഷൻ, ഫൈസ്പൂർ സെഷൻ, ഹരിപ്പുര സെഷൻ. പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദാണ് ബോംബെയുടെ. ഫൈസ്പൂർ വരുമ്പോൾ ജവഹർലാൽ നെഹ്റു, ഹരിപ്പുര വരുമ്പം സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഡിമാൻഡ് ചെയ്തു, അതായത് നമുക്ക് സെൽഫ് ഗവൺമെൻറ് വേണം, നമുക്കത് ഭരിക്കാറാവുമ്പോഴത്തേനും നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം. അപ്പോൾ എന്താണ്, ബ്രിട്ടീഷുകാർ പൊതുവേ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ എടുത്തു തരുന്ന ആളുകളായിരുന്നോ? അല്ല. പക്ഷേ അവർക്ക് നമ്മുടെ സഹായം ആവശ്യമായിട്ടുള്ള ഒരു സമയം വന്നപ്പോഴാണ് എന്ത് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നത് ആ ഒരു ടൈം ആകുമ്പോഴാണ്. അതായത് 1939 2-ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ സത്യം പറഞ്ഞാൽ പെട്ടുപോയൊരു സമയമാണ്. അവർക്ക് ഈ ഒരു 2-ാം ലോക മഹായുദ്ധ സമയത്ത് കുറേ സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യൻസിൻ്റെ ഒരു സപ്പോർട്ട് വേണ്ടി വരുന്നൊരു സമയം ഉണ്ടായി.
അപ്പോൾ അത് ഇന്ത്യയിലെ അന്നത്തെ ലീഡേഴ്സിനോട് പറഞ്ഞപ്പം അവർ തിരിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ തന്ന ഞങ്ങൾ യുദ്ധത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ബ്രിട്ടീഷുകാർ നമുക്ക് തന്നൊരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ വർഷം കേട്ടോ, 1940. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, വർഷം ഓർത്തിരിക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞു. അതായത് ഒരു പുത്രികാ പദവി, അതായത് പുത്രികാ പദവി തരുമെങ്കിലും ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് INCക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഓഗസ്റ്റ് ഓഫറിൻ്റെ വർഷം ഓർത്തിരിക്കുക 1940. ആ സമയത്തെ വൈസ്രോയി ആയിരുന്നു ആര്? ലോർഡ് ലിൻലിത്ത് ഗോയാണ്. ഈ പേര് ഓർത്തിരിക്കുക, ലോർഡ് ലിൻലിത്ത് ഗോയ് ആയിരുന്നു ആ സമയത്തെ വൈസ്രോയി. വർഷം ശ്രദ്ധിക്കുക 1940 ആണ്. നമുക്ക് അവർ ഓഫർ ചെയ്ത ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണ്, അല്ലെങ്കിൽ പുത്രികാ പദവിയാണ്. പക്ഷെ നമ്മൾ INC അത് പറഞ്ഞ് ഞങ്ങൾക്ക് ആ സംഭവം വേണ്ടാന്ന് പറഞ്ഞ് അത് INC അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ തീരുകയും ചെയ്തു. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാർ കൂടുതൽ പെട്ട ഒരവസ്ഥ വന്നു. അതായത് വടക്ക് കിഴക്കൻ ഭാഗത്തുനിന്ന് ജപ്പാൻ ഇൻവേഷനും കൂടെ വന്നപ്പോഴത്തേനും അവർക്ക് ഇന്ത്യക്കാരെ കൂടാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അവർ തന്ന അടുത്ത ഓഫറാണ് ക്രിപ്സ് ഓഫർ അല്ലെങ്കിൽ ക്രിപ്സ് മിഷൻ. ശ്രദ്ധിക്കുക, വർഷം ശ്രദ്ധിക്കുക, 1942 ആണ്. ഓഗസ്റ്റ് ഓഫർ ഏതായിരുന്നു? 1940 ആണ്. അപ്പം ഇതിലും അവർ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുക ചെയ്തത്. ഡൊമീനിയൻ സ്റ്റാറ്റസ് തന്നെ തരാമെന്നൊക്കെ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ട്, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള ഒരു പ്രൊപ്പോസലൊക്കെ അവർ ഇതിൻ്റെ ഭാഗമായിട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്താണ്, നമ്മുടെ മുസ്ലിം ലീഗുകാർ എപ്പോഴും അവർക്ക് വേണ്ടിയിരുന്നത് പാർട്ടീഷനാണ്. അപ്പോൾ അവർക്ക് പാർട്ടീഷൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറയാത്തതുകൊണ്ട് മുസ്ലിം ലീഗ് ഇത് റിജക്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് തന്നെ ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഈ ക്രിപ്സ് മിഷനും വർക്കൗട്ടായില്ല. അപ്പോൾ ഓഗസ്റ്റ് ഓഫറും ക്രിപ്സ് മിഷനും വർക്കൗട്ടായില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ടത് ഓഗസ്റ്റ് ഓഫർ 1940 ആണ്, ക്രിപ്സ് മിഷൻ 1942 ആണ്. ഓഗസ്റ്റ് ഓഫറിൻ്റെ സമയത്തുണ്ടായിരുന്ന വൈസ്രോയ് ലോർഡ് ലിൻലിത്ത് ഗോയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ നമ്മൾ കണ്ടു ഓഗസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്യപ്പെട്ടു, ക്രിപ്സ് മിഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വർക്കൗട്ട് ആയില്ല. ലാസ്റ്റ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ നിർണായക മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഭരണഘടനയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഭരണഘടന ഉണ്ടെങ്കിൽ ആ ഭരണഘടന നിർമ്മിക്കാൻ കാരണമായിട്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു മിഷനാണ്, നിർണായക മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. വർഷം ശ്രദ്ധിക്കുക 1946 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓഗസ്റ്റ് ഓഫറിൻ്റെ വർഷം ഏതായിരുന്നു, ഓർക്കുന്നുണ്ടോ? 1940 ആയിരുന്നു. ക്രിപ്സ് മിഷൻ 1942 ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ 1946 ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിലെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനും തുടർന്നൊരു ഭരണഘടന എഴുതി തയ്യാറാക്കാനും കാരണമായ നിർണായക മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പം അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമൻ്റ് അറ്റ്ലി, അദ്ദേഹം ഫെബ്രുവരി 1946 തീരുമാനിക്കുകയാണ് അന്നത്തെ ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ 3 പേരെ ഇന്ത്യയിലോട്ട് അയക്കാം, ക്യാബിനറ്റ് മിഷനുമായിട്ട് ഇന്ത്യയിലോട്ട് അയക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ചോദ്യം കണ്ടിരുന്നില്ലേ, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത ആരായിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. അപ്പം ക്ലെമൻ്റ് അറ്റ്ലി അയച്ച ആ മിഷനിലുണ്ടായിരുന്ന 3 പേര് ഞാൻ തന്നിരിക്കുന്ന ഈ 3 പേരാണ്. ഒന്ന് പെത്തിക് ലോറൻസ് ആണ്, 2 സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്, 3 AV അലക്സാണ്ടർ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലുണ്ടായിരുന്ന 3 പേര് ആരാന്ന് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് മറന്നാലും ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നിങ്ങൾ ഇത് മറക്കരുത്, ഈ 3 പേരുടെ പേര് മറക്കരുത്. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അപ്പോൾ എൻ്റെ ഈ പെത്തിക് ലോറൻസ് ആയിരുന്നു ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയും, കൂടാതെ ഈ ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാനും അദ്ദേഹമായിരുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാനും പെത്തിക് ലോറൻസ് ആയിരുന്നു. അപ്പോൾ ആ പേരിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പക്ഷേ ബാക്കി 2 പേരും ഓർത്തിരിക്കുക. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങളായിരുന്നു. 3 ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പേഴ്സ് ആയിരുന്നു. 3 പേര്, ചെയർമാൻ പെത്തിക് ലോറൻസ് ആയിരുന്നു. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നിലവിൽ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം എന്താണ്, ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. പക്ഷെ അതുകൂടാതെ പാർട്ടീഷൻ ഒഴിവാക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങൾ ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉദ്ദേശം എന്തായാലും ക്യാബിനറ്റ് മിഷൻ്റെ നടന്നില്ല. പക്ഷേ സംഭവം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്യാബിനറ്റ് മിഷൻ വഴി നടന്നു. പക്ഷേ പാർട്ടീഷൻ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല.
കൂടാതെ ഇന്ത്യയിലോട്ടൊരു പീസ്ഫുൾ പവർ ട്രാൻസ്ഫർ പോലത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ലക്ഷ്യങ്ങൾ. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തുന്ന ഡേറ്റ് ഓർത്തു വെക്കുക, മാർച്ച് 24, 1946 അവർ ആ മിഷൻ അല്ലെങ്കിൽ ആ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നത് 16 മെയ് 1946. ഇവിടെ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം മറക്കരുത്. വർഷം വെച്ച് വേണ്ടി മാത്രം ചോദ്യം ചോദിക്കാം. കൂടാതെ ഈ 2 ഡേറ്റുകളും കൂടെ ഓർത്തിരിക്കാം, മാർച്ച് 24 16 മെയ്യും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ക്യാബിനറ്റ് മിഷന് കൊണ്ടുവരാൻ പറ്റി. പക്ഷേ ബാക്കി പാർട്ടീഷനൊന്നും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വൈസ്രോയി ആരാണെന്ന് ഓർത്തിരിക്കുക, ആരാണ്? ലോർഡ് വേവലാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? നമ്മൾ കണ്ടല്ലോ, പെത്തിക് ലോറൻസ് ആയിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഓഗസ്റ്റ് ഓഫറും ക്രിപ്സ് മിഷനൊക്കെ റിജക്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ക്യാബിനറ്റ് മിഷൻ തുടക്കത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അക്സെപ്റ്റ് ചെയ്തു. മുസ്ലിം ലീഗ് ജൂൺ 6-നും കോൺഗ്രസ് ജൂൺ 24-നും ഈ ക്യാബിനറ്റ് മിഷൻ അക്സെപ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? നമ്മളെന്താണ് ഉദ്ദേശം? നമ്മുടെ ഉദ്ദേശം എന്താണ്? ഭരണഘടന നിർമ്മിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം. അപ്പോൾ ആ സഭയിലോട്ട് ആളുകളെ എടുക്കുന്നത് ഇലക്ഷൻ വഴിയാണ്. കുറച്ച് പേരെ നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ നടക്കണം. അപ്പോൾ ജൂലൈ 1946 ഭരണഘടനാ നിർമ്മാണ സഭയിലോട്ടുള്ള ഇലക്ഷൻ നടന്നു. പ്രൊവിൻഷ്യൽ ലെവലിൽ, പ്രൊവിൻഷ്യൽ അസംബ്ലീസിൽ ഇലക്ഷൻ നടന്നു. അപ്പോൾ അത് ക്യാബിനറ്റ് മിഷൻ്റെ സക്സസ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കാൻ സംബന്ധമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഇലക്ഷൻ നടന്നു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ മുസ്ലിം ലീഗുകാർ എന്ത് സംഭവിച്ചു? ഇതിൽ നിന്ന് പിന്മാറി. കാരണം എന്താണ്? അവർക്ക് എപ്പോഴും വേണ്ടിയിരുന്ന എന്തായിരുന്നു? പാർട്ടീഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം അവർ അക്സെപ്റ്റ് ചെയ്തെങ്കിലും, ജൂൺ 6-ന് അവർ അക്സെപ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അതിൽ നിന്ന് വിത്ഡ്രൂ ചെയ്തു അല്ലെങ്കിൽ പിന്മാറി. പക്ഷേ എന്തുണ്ടായി? ഇലക്ഷൻ നടന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള തുടക്കത്തിലെ നടപടികൾ തുടങ്ങി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്? ആക്റ്റുകൾ, പ്രധാനപ്പെട്ട ആക്റ്റുകൾ, റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്റ്റുകൾ, പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, പിന്നെ കൗൺസിൽ ആക്റ്റുകൾ, പിന്നെ ലാസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള ആക്റ്റുകൾ നമ്മൾ കണ്ടു. ആ ആക്റ്റിൽ പ്രധാനമായിട്ടും നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയിലുള്ള കുറേ പ്രൊവിഷൻസൊക്കെ അതിനകത്ത് വരുന്നതും ഏത് ആക്റ്റിലാണ് വന്നതെന്നൊക്കെയുള്ള നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ എന്തൊക്കെ കണ്ടു? ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതായത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായിട്ട് പറയുന്നത് ആരാണ്? MN റോയ് ആണ്. ആദ്യമായിട്ട് പറയുന്ന പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. പിന്നെ INC പല സെഷനുകളിലായിട്ട് ഇതേ ആവശ്യം തന്നെ പറയുകയുണ്ടായി. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവരാദ്യം നമുക്ക് എന്ത് തന്നു? ഓഗസ്റ്റ് ഓഫർ തന്നു. പിന്നെ ക്രിപ്സ് മിഷൻ വന്നു. ക്രിപ്സ് മിഷൻ വന്നു. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആയില്ല. ലാസ്റ്റ് ക്യാബിനറ്റ് മിഷൻ വന്നപ്പോഴാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് വന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി സെക്കൻഡ് മൊഡ്യൂൾ വരുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു എന്താ? ഇലക്ഷൻ നടന്നു എന്ന് കണ്ടു. അപ്പോൾ ആ ഇലക്ഷൻ്റെ പ്രോസസ്സുകളൊക്കെ വെച്ചിട്ടായിരിക്കും സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങുന്നത്. കൂടാതെ ഭരണഘടനയുടെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളും അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കുക. അപ്പം അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് ജ്ഞാനം എഡ്യൂക്കേറ്ററിൻ്റെ കോഡ്. ഈ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 10% ഓഫ് കിട്ടും. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന പ്രോഗ്രാം. അപ്പോൾ അത് നിങ്ങൾ മറക്കാതിരിക്കുക. കൂടാതെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് തന്നെയായിരിക്കും അടുത്തത് വരുന്നത്. കൂടാതെ നമ്മൾ ഒരു മൊഡ്യൂളോടെ കഴിയുമ്പോഴത്തേനും MCQs ഡിസ്കസ് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ഒരു സെഷനോടെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രാക്ഷൻ്റെ ഒരു ലെവൽ വരും. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.